Hi, today let's discuss the Gibbs paradox. അപ്പോൾ ഗിബ്സ് പാരഡോക്സ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചാണ്. അതായത് അതിൻ്റെ റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസിൻ്റെ വോള്യം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് അതിൻ്റെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഹാമിൽട്ടോണിയൻ നോക്കാം. ഹാമിൽട്ടോണിയൻ എച്ച് ഓഫ് ക്യൂ ന്യൂ കൊമ പി ന്യൂ, അതായത് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഹാമിൽട്ടോണിയൻ ഒരു എനർജി വാല്യൂ തരികയാണ് ഈ ഹാമിൽട്ടോണിയൻ തരുന്നത് അല്ലേ, ക്യൂ ന്യൂ കൊമ പി ന്യൂ. Alright, so that's equal to sum over nu equal to 1 to n. Okay, you are talking about n particles p nu vector square by 2m. Okay, ഇതിൻ്റെ മീനിങ് എന്താണ് നമുക്കറിയാം. എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. ഓക്കെ, പി സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പി വെക്റ്റർ സ്ക്വയർ. ദിസ് മീൻസ് ദാറ്റ് ദിസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ദിസ് ഇസ് ഫോർ വൺ പാർട്ടിക്കിൾ. ഓക്കെ, ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ്, ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ. റൈറ്റ്, അപ്പോൾ n പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ n പാർട്ടിക്കിളിൻ്റെ ഓരോ പാർട്ടിക്കിളിന് ഇതുപോലെ 3 കോമ്പണൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ന്യൂ ഈക്വൽ ടു 1 to 3n. റൈറ്റ്, കാരണം മൊത്തത്തിൽ വിൽ ബി ആഡിങ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ ഫോർ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ ഫോർ ദ സെക്കൻഡ് പാർട്ടിക്കിൾ എറ്റ്സെട്ര. That's why we have sum over nu equal to 1 to n p nu square divided by 2m. അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ നൊട്ടേഷൻ ഇതാണ്. വി ഹാവ് നമ്പേർഡ് ദ കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻറ്റ ഫ്രം 1 to 3n. ഓൾറൈറ്റ്, ഓക്കെ, ഇനി നമുക്കറിയാം ഫേസ് സ്പേസിൻ്റെ റെലവൻറ്റ് റീജിയൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, ആദ്യം നമ്മൾ വോള്യം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ് ബൈ കാൽക്കുലേറ്റിംഗ് ദ വോള്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു, നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ അതർ എനർജി. ഓക്കെ, ഇറ്റ്സ് ഓൾ ദീസ് പാർട്ടിക്കിൾസ് ആർ ജസ്റ്റ് ഫ്രീ, ദേ ആർ നോട്ട് ഇൻട്രാക്ടിങ്, ദ പൊട്ടൻഷ്യൽ എനർജി ഇസ് സീറോ. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ടാണ് ഹാമിൽട്ടോണിയനിലെ ഈ ടേം മാത്രം വരുന്നത്. So omega of e comma v comma n is integral, right, d3nq d3np. Okay, നമ്മളൊരു വോള്യം ഫേസ് സ്പേസിൻ്റെ ഒരു വോള്യം കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ദ വോള്യം ദാറ്റ് യു കൺസിഡർ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോള്യം ഏത് റേഞ്ചിലുള്ള വോള്യമാണ്, യു ടേക്ക് ഓൺലി ദാറ്റ് പെർട്ടിക്കുലർ വോള്യം വേർ എച്ച് ഓഫ് പി ന്യൂ കൊമ ക്യൂ ന്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. റൈറ്റ്, ഞാൻ പറഞ്ഞു എച്ച് ഓഫ് ക്യൂ ന്യൂ കൊമ അല്ലെങ്കിൽ ക്യൂ കൊമ പി എന്ന് പറയുന്നത് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു എനർജി വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, അതാണ് ഈ ഹാമിൽട്ടോണിയൻ ചെയ്യുന്നത്. റൈറ്റ്, ഇവിടെ നമുക്ക് ഏതൊരു ഫേസ് സ്പേസ് പോയിന്റ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഈ എനർജി വാല്യൂ നമ്മൾ ഓരോ പോയിന്റ് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റ് എടുത്തിട്ട് അതിന് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള എനർജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എനർജി വാല്യൂ ഈ എന്ന് പറഞ്ഞൊരു വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ള റീജിയൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സിലെല്ലാം, ഉദാഹരണത്തിന് ഈ റീജിയണിലെല്ലാം ഓരോ പോയിന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന എനർജി ഈ എന്ന് പറയുന്നൊരു ഫിക്സ്ഡ് എനർജിയേക്കാളും കുറവായിട്ടുള്ള റീജിയൻ്റെ വോള്യമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് പോയാലും ഫേസ് സ്പേസ് ഉണ്ട്, പക്ഷേ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള എനർജി കൂടുതലാവാം. റൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമുക്ക് ആക്ച്വലി വേണ്ടത് എന്തായിരുന്നു, നമുക്ക് വേണ്ടത് എച്ച് ഈക്വൽ ടു ഇ എന്നുള്ള സർഫസിൻ്റെ ഏരിയയാണ് അല്ലേ, ഹൈപ്പർ സർഫസിൻ്റെ ഏരിയയാണ് വേണ്ടത്. നമ്മൾ വോള്യം കണ്ടുപിടിക്കുന്നതിലൂടെയാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വോള്യം കണ്ടുപിടിക്കുന്നത്. റൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഒമേഗ, ഓക്കെ, ഫേസ് സ്പേസ് വോള്യം നമ്മൾ പറയുമ്പോൾ ഫേസ് സ്പേസ് വോള്യത്തിൽ മൊമെൻറ്റം സ്പേസ് ഉണ്ട്, പൊസിഷൻ കോർഡിനേറ്റ് സ്പേസ് ഉണ്ട് അല്ലെ, 6n ഡയമെൻഷണൽ സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഹാമിൽട്ടോണിയൻ ഈ കണ്ടീഷനിൽ നമ്മൾ ഈ d3nq എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് കണ്ടീഷൻ അല്ലേ. ദിസ് ഇസ് ഓൺലി എ റെസ്ട്രിക്ഷൻ ഓൺ ദ മൊമെൻറ്റം ബിക്കോസ് ദ ഹാമിൽട്ടോണിയൻ ഓർ ദ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മൊമെൻറ്റം അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്ന മൊമെൻറ്റത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ യു ക്യാൻ സിംപ്ലി ഇൻറ്റഗ്രേറ്റ് ദിസ് d3nq ആൻഡ് പുൾ ഇറ്റ് ഔട്ട് സൈഡ്. ഓക്കെ, അതൊരു കോർഡിനേറ്റ് സ്പേസിലുള്ള 3n ഡയമെൻഷണൽ കോർഡിനേറ്റ് സ്പേസിലുള്ള ഒരു പൊസിഷൻ ഇൻറ്റഗ്രലാണ്. ദർ ഇസ് നത്തിങ്. ഓക്കെ, സോ ദിസ് ഹാമിൽട്ടോണിയൻ ആക്ച്വലി ഫോർ ദ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ക്യൂ. റൈറ്റ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ ഇൻറ്റഗ്രേഷൻ ഓവർ d3nq ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. ഓക്കെ, സോ ഇൻറ്റഗ്രൽ d ക്യൂബ് q എന്ന് പറയുന്നത് v ആണ്, ദ വോള്യം ഓഫ് ദ കണ്ടെയ്നർ. d3nq will be v raised to n. That's all. Okay, അങ്ങനെയാണ് നമുക്കിവിടെ v raised to n എന്നുള്ള ടേം വരുന്നത്.
ബാക്കിയുള്ള ഇൻറ്റഗ്രേഷൻ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം ബിക്കോസ് വി ഹാവ് ഗോട്ട് എച്ച് ഓഫ് പി ന്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്യുന്ന റീജിയൻ, അതായത് ഇത് മൊമെൻറ്റത്തിൻ്റെ മുകളിൽ മാത്രമുള്ള റെസ്ട്രിക്ഷനാണ്. ദിസ് നോട്ട് എ റെസ്ട്രിക്ഷൻ ഓൺ ദ coordinate space. Okay, that's why we could pull this out. If the Hamiltonian involves terms containing q nu ഉള്ള ടേംസ് ഹാമിൽട്ടോണിയനിൽ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d3np. ഇത് ഈ ഇൻറ്റഗ്രേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എച്ച് ഓഫ് പി ന്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എച്ച് ഓഫ് പി ന്യൂ എന്താണ്? നമ്മൾ പറഞ്ഞു സം ഓവർ ന്യൂ ഈക്വൽ ടു 1 to 3n പി ന്യൂ സ്ക്വയർ. ഓക്കെ, പി ന്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. റൈറ്റ്? സോ ദിസ് ഇസ് ഈ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ഓവർ ന്യൂ ഈക്വൽ ടു 1 to 3n പി ന്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഫിക്സ്ഡ് വാല്യൂ ഇ. ഈ റീജിയൻ്റെ വോള്യമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് എ കണ്ടീഷൻ ഓൺ ദ മൊമെൻറ്റം സമ്മേഷൻ ഓവർ ന്യൂ ഈക്വൽ ടു 1 to 3n പി ന്യൂ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2me. ഓക്കെ, ഓർ യു ക്യാൻ റൈറ്റ് എ സ്ക്വയർ റൂട്ട് ഓഫ് 2me സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 3 ഡയമെൻഷൻ സ്പേസിലുള്ള വോള്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അല്ല, ഇത് ഒരു 3 ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ ഇക്വേഷനാണെന്ന് പറയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഇക്വേഷൻ ഇറ്റ്സ് എക്സാക്ട്ലി ഓഫ് ദ സെയിം മാനർ. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മുൻപ് എഴുതാറുള്ള പോലെ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. റൈറ്റ്? ഇത് സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. ഇറ്റ് ഗിവ്സ് യു ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. റൈറ്റ്? ഇനി ഇഫ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ദിസ് മീൻസ് ദാറ്റ് യു ആർ ടേക്കിംഗ് ഓൾ പോയിൻറ്റ്സ് ഇൻസൈഡ് ദ സ്ഫിയർ. റൈറ്റ്? ദിസ് കണ്ടീഷൻ കറസ്പോണ്ട്സ് ടു ഇവിടെ x1 എന്ന് പറയുന്ന x, x2 എന്ന് പറയുന്ന y, x3 എന്ന് പറയുന്ന z ആണ്. റൈറ്റ്? സോ ദിസ് കണ്ടീഷൻ കറസ്പോണ്ട്സ് ടു ടേക്കിംഗ് ഓൾ പോയിൻറ്റ്സ് ഇൻസൈഡ് 3 ഡയമെൻഷണൽ സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഒരു ജനറലൈസേഷൻ ഇതെന്ന് കാണാം അല്ലേ. ഇവിടെ 3 ടേംസ് ആണുള്ളത്. ഇവിടെ നമുക്ക് 3n ടേംസ് ഉണ്ട്. പി ന്യൂ സ്ക്വയർ, p1 square plus p2 square plus p3 square for the first particle, similarly like that. All right, so you can say that this corresponds to a 3n dimensional sphere. Okay, 3 dimensional, this is a 3n dimensional sphere in the momentum space. Okay, momentum space. Okay, so this is some sort of equation for a higher dimensional sphere. ഓക്കെ, അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷനിൽ കൂടുതൽ ഇമാജിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ്. റൈറ്റ്, ബട്ട് സ്റ്റിൽ വി ക്യാൻ മാത്തമാറ്റിക്കലി ഡീൽ വിത്ത് any number of dimensions. Okay, we can deal with any number of dimensions. നമുക്ക് 4 ഡയമെൻഷൻ സ്പേസ് ടൈമിനെ കുറിച്ച് പഠിക്കാം. സ്ട്രിങ് തിയറിയിലാണെങ്കിൽ 3 സ്പേഷ്യൽ ഡയമെൻഷനിൽ അത് വേറെയും ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറയും. ഓൾ ദീസ് തിങ്സ് ആർ ദർ. റൈറ്റ്, സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി സിമിലർ ടു ദിസ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ആസ് എ ഇക്വേഷൻ ഓർ ദിസ് ഇക്വേഷൻ പിക്കിംഗ് ഔട്ട് points in phase space which is within a momentum sphere. ഒരു momentum, ഒരു 3n dimensional momentum spaceലുള്ള sphere ആയിട്ട് നമുക്കിതിനെ ഇമാജിൻ ചെയ്യാം. Alright, and what's the condition that the points inside this sphere satisfies? The condition that's satisfied is that ഈ മൊമെൻറ്റം സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. ദിസ് പി ന്യൂ ഹാസ് ടു ബി ലെസ് ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 2me, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2me. അത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫേസ് സ്പേസിലെ പോയിൻറ്റ്സ് മുഴുവൻ എടുക്കുകയാണ്. അതിനെ എൻക്ലോസ് ചെയ്യുന്ന വോള്യം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫേസ് സ്പേസ് പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന വോള്യം കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞു ദിസ് ഇസ് ലൈക്ക് എ 3n ഡയമെൻഷണൽ സ്ഫിയർ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു മൊമെൻറ്റം സ്പേസ് ആണ്. ബട്ട് വി ഡോണ്ട് ഹാവ് ടു വറി, വി ഡോണ്ട് ഹാവ് ടു ഇമാജിൻ ദിസ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റേഡിയസിൻ്റെ സ്ഥാനത്ത്, ഓക്കെ, ഇവിടെ ആർ സ്ക്വയർ എന്നുണ്ട്. ഇവിടെ റേഡിയസിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഉള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 2me ആണ്. Okay, so that's the reason why we say that this condition is met by all points of momentum space which lie in the interior of a sphere with radius square root of 2me.
ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 2me എന്നുള്ള റേഡിയസ് ഉള്ള ഒരു 3n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ വോള്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ഫോർമുലയാണ്. ദർ ഇസ് എ എക്സ്പ്രഷൻ ഫോർ ദ വോള്യം ഓഫ് എൻ n ഡയമെൻഷണൽ സ്ഫിയർ വിത്ത് റേഡിയസ് r. ഒരു n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ഉള്ളൊരു n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ വോള്യം കാണാൻ ഒരു ജനറൽ ഫോർമുലയുണ്ട്. ദാറ്റ് ഗിവ്സ് Vn ഓഫ് r is equal to pi raised to n/2 ഗാമ ഓഫ് n/2 r raised to n. ഓക്കെ, ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്. ഓക്കെ, കാരണം ഇവിടെ പൈ ഉണ്ട്, pi raised to n/2 ആണ്, ഇവിടെ n/2 ആണ്, and then you have got gamma of n/2, and of course the dependence on radius comes as r raised to n. Okay, this is a general formula for the volume of an n-dimensional sphere with radius r. Okay, all right. അപ്പോൾ ഇവിടെ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ഗാമ ഫംഗ്ഷനാണ്. നമുക്കറിയാം ഗാമ ഓഫ് n is equal to n-1 ഫാക്ടോറിയൽ. ഈ റിലേഷൻസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ ഗാമ ഓഫ് 1/2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ആണ്. ഓക്കെ, നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം, ഗാമ ഓഫ് n is equal to n-1 ഫാക്ടോറിയൽ ആണ്. Okay, so this you can write as n-1 multiplied by n-2 factorial. Okay, so n-2 factorial again you can write, so you can write this as n-1 as gamma of n-1. കാരണം ഗാമ ഓഫ് n-1 എന്ന് പറയുന്നത് n-2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഈ ഗാമ ഫംഗ്ഷൻ്റെ ഇതുപോലെയുള്ള ചില റിലേഷൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. Let's do a small problem here. Find the volume of a 3-dimensional sphere using the above formula. Okay, find the volume of a 3-dimensional sphere using the above formula. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഫോർമുല ഉപയോഗിച്ച് ഏത് ഡയമെൻഷനുള്ള സ്ഫിയറിൻ്റെ വോള്യം വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ വോള്യം ഓഫ് എ 3-dimensional sphere. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന റിലേഷൻ ഇതാണ്, ഗാമ ഓഫ് z+1 is equal to z into gamma z നമുക്ക് എഴുതാം. റൈറ്റ്, ദാറ്റ്സ് ട്രൂ. ഞാനിവിടെ എഴുതിയ അതേ കാരണം തന്നെ. റൈറ്റ്, and gamma of half, this is a standard result, it's equal to root pi. Okay, this you must remember. All right, gamma of half is equal to square root of pi. Okay, ഇനി ഒരു 3-dimensional സ്ഫിയറിൻ്റെ വോള്യം ഈ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് V3 of r എന്ന് എഴുതാം. V3 of r is equal to pi raised to, ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ 3 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3-dimensional സ്ഫിയർ ആണ് അല്ലേ. സോ ദാറ്റ്സ് pi raised to 3/2 divided by 3/2 multiplied by gamma of 3/2 multiplied by r raised to 3. Okay, now this you can simplify. This is okay, so gamma of 3/2 you can write it as so gamma of n you can write as n-1 gamma of n-1. Okay, ഇവിടെ 3/2 already ഉണ്ട്. So you take n-1, that is half, 3/2 minus 1, and then gamma of half. All right, and what's gamma of half? That's pi raised to 3/2 divided by 3/2 1/2. Gamma of half is simply pi raised to 1/2. Okay, clearly you have an r cube here and an r cube there. Okay, what do you get here? So this is pi raised to 3/2 minus divided by pi raised to 1/2, so it's simply pi, and this is 3/4. Right, and we can clearly simplify this to, what do you say, this is 4/3 pi r cube. That's the volume of a 3-dimensional sphere, and this is a familiar formula alle. 4/3 pi r cube ആണ് ഒരു സ്ഫിയറിൻ്റെ വോള്യം, r റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ വോള്യം എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഫോർമുല ആക്ച്വലി വർക്ക്സ്. റൈറ്റ്, അപ്പോൾ നമുക്ക് 3-dimensionൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമുല തന്നെയാണ് തരുന്നതെന്ന് കാണിക്കുകയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ കൺവിൻസ്ഡ് വിത്ത് ദിസ്. യു ഹാവ് ടു റിമെമ്പർ ദിസ് ഫോർമുല. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആദ്യം മൊമെൻറ്റം സ്പേസിൻ്റെ മാത്രം വോള്യം കണക്കാക്കാം. ദാറ്റ്സ് ഒമേഗ പ്രൈം. ഓക്കെ, ഒമേഗ പ്രൈം എന്ന് എഴുതിയതിന് കാരണം ഇത് മൊമെൻറ്റം സ്പേസിൻ്റെ മാത്രം വോള്യമാണ്. ആൻഡ് യു ആർ ടേക്കിംഗ് റേഡിയസ് 2me, സ്ക്വയർ റൂട്ട് ഓഫ് 2me. ഓക്കെ, ഈ മൊമെൻറ്റം സ്പേസ് ഞാൻ പറഞ്ഞു ഇറ്റ്സ് 3n ഡയമെൻഷണൽ. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ n-dimensional സ്ഫിയറിൻ്റെ വോള്യം കണ്ടുപിടിക്കാനുള്ളത് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ n/2 എന്നുള്ളതിനേരം 3n/2 എന്ന് വരുന്നത്. കാരണം വി ആർ ടോക്കിംഗ് അബൌട്ട് 3n-dimensional സ്ഫിയർ.
ഓക്കെ, ഇവിടെ എന്നിന് പകരം ഇത് n എന്ന് പറയുന്ന ഡയമെൻഷനാലിറ്റി ആണ് അല്ലേ. നമ്മുടെ ഡയമെൻഷനാലിറ്റി പറയുന്നത് 3n ആണ്, അതുകൊണ്ടാണ് ഇവിടെ 3n/2 വരുന്നത്. You have got 3n/2 gamma of 3n/2. And what's the radius of your sphere? It's square root of 2me. Okay, and again you have got raised to a power of 3n. Here n is the number of particles. Okay, remember that this n is the number of particles, whereas this n here is the number of dimensions. Okay, so let's not confuse these things. Alright, this n is the number of particles, 3n is the number of dimensions here. Alright, now in a phase space region the volume നമ്മൾ നോക്കുകയാണെങ്കിൽ it's omega. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു v raised to n എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലേ. ബാക്കി ഈ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത് 3n ഡയമെൻഷൻ സ്ഫിയറിൻ്റെ വോള്യൂം ആണ്. സോ ടോട്ടൽ ഫേസ് സ്പേസ് വോള്യൂം ബിക്കംസ് v raised to n multiplied by whatever we got here. Okay, നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ it's pi raised to 3n/2 divided by 3n/2 gamma of 3n/2 2me raised to 3n/2. Okay, because 2 square root of 2me means 2me raised to 1/2. Okay, fine. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് h ഈക്വൽ ടു e എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റ്സിൻ്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു you know that this number of microstates corresponds to the surface area or the area of a what do you say, the area of a hypersurface. നമ്മൾ hypersurface എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. Okay, area of this hypersurface defined by this particular condition. Okay, അത് കണ്ടുപിടിക്കാൻ നമ്മൾ വോള്യത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു. Just have to do dou omega by dou e. Alright, so this is the relation that we had. Omega, these are the number of microstates corresponding to a macrostate with energy E, volume V, and n number of particles. Okay, this is equal to sigma by sigma 0. Sigma 0 എന്ന് പറഞ്ഞൊരു proportionality constant ആണ്. Sigma is the area, the surface area of the hypersurface that we defined by the equation h equal to E. Alright, ഇനി നമ്മൾ സിഗ്മ എന്ന് പറയുന്നത് ഡോ ഒമേഗ ബൈ ഡോ ഇ ആണെന്ന് പറഞ്ഞു. ഒമേഗ നമ്മളിവിടെ ഓൾറെഡി കണ്ടു. സോ ജസ്റ്റ് ഫൈൻ ഡോ ഒമേഗ ബൈ ഡോ ഇ. ഓക്കെ, സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇ എന്നുള്ള ടേമിന് മാത്രം e raised to 3n/2, വേറെ ടേംസിനൊന്നും ഈ ഡെറിവേറ്റീവ് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ദിസ് ഇസ് 3n/2 e raised to 3n/2 - 1. ഫൈൻ, ആ ഒരു ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ബാക്കി ടേംസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വി ഹാവ് കാൽക്കുലേറ്റഡ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. Okay, so the entropy becomes S equal to K log omega. Alright, so it's K log of whatever we have here, K log whatever we have here, because these are the number of microstates. Okay, so this is the expression for entropy for the ideal gas. Okay, നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇത് വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. നമ്മൾ പറഞ്ഞു യൂഷ്വലി വി ആർ ടോക്കിംഗ് അബൌട്ട് an Avogadro number of particles. Okay, but what happens if you just take away one particle from that? There is no problem. Alright, so this 3n/2 - 1, you can take it as 3n/2 itself, no problem. ഓക്കെ, അപ്പോൾ നമുക്ക് e raised to 3n/2 - 1 എന്നുള്ളതിനെ 3n/2 എന്ന് തന്നെ എഴുതാം. അതുപോലെ ഇവിടെ ഗാമ ഓഫ് 3n/2 എന്നുള്ളതിനെ ഇറ്റ്സ് ആക്ച്വലി 3n/2 - 1 ഫാക്ടോറിയൽ. ദിസ് അഗൈൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3n/2 ഫാക്ടോറിയൽ, നോ പ്രോബ്ലം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെർലിംഗ് അപ്രോക്സിമേഷനും കൂടെ ഉപയോഗിക്കാം. കാരണം ഇത് ഡിനോമിനേറ്ററിൽ ലോഗിൻ്റെ ഉള്ളിലാണ് ഈ ടേം വരുന്നത് അല്ലേ, ലോഗ് ഓഫ് 3n/2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിത് ഉപയോഗിക്കാം. സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ ഇതാണ് ലോഗ് ഓഫ് ഗാമ ഓഫ് n അല്ലെങ്കിൽ log of n factorial. Log of n factorial is equal to n log n minus n. That's it. Okay, so you do all these things and you can simplify this and you get a simpler expression here for the entropy of the ideal gas. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഈ സിഗ്മ is equal to സിഗ്മ, ഇവിടെ നമ്മൾ ഈ n, ഓക്കെ, ഇവിടെ n log എന്ന ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് ഈ സിഗ്മ 0 എന്നുള്ളതിനെ ഇവിടെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ ഫുൾ സ്റ്റെപ്പ് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇതാണ്. v raised to n by sigma 0 എന്നുള്ളതിനെ v by sigma 0 raised to 1 by n whole raised to n എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതുകയാണെങ്കിൽ you can take it as n log, because if you have something like log of x raised to n is n log x. റൈറ്റ്, അപ്പോൾ ഇവിടെ ഈ ഒരു ടേമിൽ ഒഴികെ
ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ ഒരു ടേമിലൊഴികെ ബാക്കി എല്ലാത്തിലും പവറിൽ n ഉണ്ട്. ഓക്കെ, യു ക്യാൻ റൈറ്റ് എസ് എൻ കെ ലോഗ് ഓഫ് സംതിങ്. ഈ ഒരു ടേം മാത്രം മൈനസ് ലോഗ് ഓഫ് 3n/2 ഫാക്ടോറിയൽ എന്നുള്ള ടേംസിൽ എഴുതുക, സ്റ്റെർലിംഗ് ഫോർമുല അപ്ലൈ ചെയ്യുക, ആൻഡ് ഫൈനലി യു വിൽ സീ ദാറ്റ് യു ഗെറ്റ് എ സിംപ്ലർ എക്സ്പ്രഷൻ. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദ entropy of an ideal gas that we have obtained. Okay, it's nk 3/2 log v by sigma 4 pi me by 3n 3/2. ഈ രീതിയിൽ നമുക്ക് ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്യാം. These steps are quite trivial. We don't want to go into all the details. We are just giving you the result. Okay, ഇനി നമുക്ക് എൻട്രോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. റൈറ്റ്, ഉദാഹരണത്തിന് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1/T = ∂S/∂E എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഒരുപക്ഷെ ബോൾട്സ്മാൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് പറയും. ടെമ്പറേച്ചറും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത് ബോൾട്സ്മാൻ. ഇറ്റ്സ് ടു ദ ക്രെഡിറ്റ് ഗോസ് ടു ബോൾട്സ്മാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. യു നോ ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ്. ദർ ഇസ് എ ലോഗ് ഹിയർ, സോ യു നോ ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് യു ഗെറ്റ് 1/T = 3/2 nk divided by E. ഓക്കെ, ഈ ഡെറിവേറ്റീവ് എടുത്തില്ലെങ്കിൽ നമുക്കറിയാം, ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. സോ E = 3/2 nkt. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് E എന്നുള്ളത് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ ഇറ്റ് മേ ബി മോർ കൺവീനിയൻറ്റ് ടു റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. സോ യു ക്യാൻ റൈറ്റ് E = 3/2 nkt ഹിയർ. ഇത് ചെയ്യാതെ തന്നെ നമുക്കറിയാം, ബിക്കോസ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 3/2 nkt. വി ഓൾറെഡി നോ ദിസ് തിങ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. Okay, now this is the result that we will be using to discuss Gibbs paradox. Okay, I hope this is clear. അപ്പോൾ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ള റഫായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്സ്, എൻ്റെ റഫായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. എൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ എക്സ്പ്രഷൻ ഇങ്ങനെയെല്ലാം ഡിറൈവ് ചെയ്തെടുക്കാം. അതിൻ്റെ ബേസിക് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഫ് യു ആർ റിയലി കീൻ ടു ഡു ദാറ്റ് യു ക്യാൻ ചെക്ക് ദീസ് തിങ്സ്. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകുന്നു, ഞാനിവിടെ പറഞ്ഞ അപ്രോക്സിമേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ട്രിവിയൽ. യു ഹാവ് ടു ട്രൈ. റൈറ്റ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു മേ ട്രൈ. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് അവർ ഡിസ്കഷൻ വി ഡോണ്ട് വോണ്ട് ടു ഗോ ഇൻ ടു സച്ച് സ്റ്റെപ്സ്. Right, so E = 3/2 nkt. Substitute ചെയ്യുമ്പോൾ we get the expression for the entropy of an ideal gas. Okay, all right. Now the question here is, നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടിയ എക്സ്പ്രഷൻ ഇസ് ദിസ് എക്സ്റ്റെൻസീവ്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ചോദ്യം. ഇത് എക്സ്റ്റെൻസീവ് ആണോ എന്നുള്ള ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഗിബ്സ് പാരഡോക്സ് ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റെൻസീവ് ആണോ എന്നുള്ള ചോദ്യം വളരെ റെലവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാം. എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ കൃത്യം മാത്തമാറ്റിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ഡിസ്കഷൻ ഓഫ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റീസ്. വാട്ട് ഡു വി മീൻ ബൈ ദീസ് തിങ്സ്? ഓക്കെ, സോ ദിസ് ദ ഡെഫിനേഷൻ. സപ്പോസ് വി ഹാവ് എ സിസ്റ്റം ആൻഡ് വി ഡബിൾ ഇറ്റ്. സിസ്റ്റം ഡബിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. വാട്ട് ഡു വി മീൻ ബൈ ഡബിളിംഗ് ദ സിസ്റ്റം? Okay, it means that we double the volume, we double the number of particles and double the energy. Okay, what happens to all other variables? All right, നമുക്കറിയാം എൻട്രോപ്പി അഡിറ്റീവ് ആണ്. നമുക്കറിയാം എൻട്രോപ്പി അഡിറ്റീവ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി ഓൾസോ ഹാസ് ടു ഡബിൾ. റൈറ്റ്, അതായത് NVE ഇതെല്ലാം ട്വൈസ് ആക്കുകയാണെങ്കിൽ ദ എൻട്രോപ്പി ഓൾസോ വിൽ ബിക്കം ട്വൈസ്. റൈറ്റ്, ഇനി ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാം. എൻട്രോപ്പി S is a function of E, V, N. Alright. What if you are talking about a system of with internal energy multiplied by a factor lambda, volume multiplied by a factor lambda, and the number of particles multiplied by a factor lambda. Okay. Now, if this is equal to lambda times S, then we call it an extensive quantity. അപ്പോൾ ഈ രീതിയിൽ മാറുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ദിസ് ഇസ് ദ പ്രിസൈസ് ഡെഫിനേഷൻ ഫോർ യുവർ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ഈ രീതിയിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് എക്സ്റ്റെൻസീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ എക്സ്പ്രഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം. ഓക്കെ, ലെറ്റ്സ് try it from this expression. ഇത് രണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്, അല്ലേ? ഓക്കെ,
Anyway, T is an intensive quantity. Okay, അപ്പോൾ അത് intensive quantity കൂടെ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് എടുക്കാം. Alright. In contrast, the variables which arise from differentiating the entropy, such as temperature, കാരണം ഇത് dou S by dou E ആണ് അല്ലേ, എസും എക്സ്റ്റെൻസീവ് ആണ് ഇയും എക്സ്റ്റെൻസീവ് ആണ്. സോ ടെമ്പറേച്ചർ ബിക്കംസ് നോട്ട് എക്സ്റ്റെൻസീവ്. നോട്ട് എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഇൻറ്റൻസീവ്. അതായത് സിസ്റ്റത്തിൻ്റെ സൈസ് കൂട്ടുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റീസ്. ടെമ്പറേച്ചർ, പ്രഷർ, ഓക്കെ, കാരണം ഇറ്റ്സ് dou S by dou V. എസും എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എൻട്രോപ്പി എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. സോ പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി. കെമിക്കൽ പൊട്ടൻഷ്യൽ അതുപോലൊരു ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റിയാണ്. All this involve a ratio of two extensive quantities. Okay. Alright. അപ്പോൾ ഇതാണ് എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റീസും ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റീസും. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ നോക്കാം. എസ് ഓഫ് ഇ കൊമ വി കൊമ എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ എനർജിയുടെ ടേംസിലാണ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു എസ് ഓഫ് ലാംഡ ഇ കൊമ ലാംഡ വി കൊമ ലാംഡ എൻ? ദിസ് ഇസ് ഈക്വൽ ടു, അതായത് എന്നിന് പകരം നമ്മൾ ലാംഡ എൻ എഴുതുന്നു, 3/2 log, okay, v ക്ക് പകരം എൻ വി എഴുതുന്നു, സിഗ്മ യു ഡോണ്ട് ഡു എനിത്തിങ്, ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ഹിയർ 4πm, ഇക്ക് പകരം നമ്മൾ എൻ ഇ എടുക്കുന്നു, വിച്ച് മീൻസ് ദാറ്റ് യു ആർ ലാംഡ, ഓക്കെ, ലാംഡ, വിച്ച് മീൻസ് ദാറ്റ് യു ആർ what do you say, multiplying the system by lambda, size of the system by lambda, or you are multiplying n, v and e by lambda. 4πm lambda e divided by 3 lambda n whole raised to 3/2. Fine. Okay, ഇപ്പോൾ ഇവിടെ ഒരു ലാംഡ ഉണ്ട്, ദാറ്റ്സ് ഫൈൻ. ഈ ലാംഡയും ക്യാൻസൽ ചെയ്യുന്നു. This looks like an extensive quantity. It seems that our quantity has been multiplied by lambda when you multiply e, v and n by the same factor lambda. But there's a small problem here. There's a lambda sitting here. There's a lambda sitting here. So this lambda sitting here, ഈ ലാംഡ ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഈ ലാംഡ ഇല്ലായിരുന്നുവെങ്കിൽ, this would be an extensive quantity. Alright. അപ്പോൾ ഇവിടെ ഈ this lambda sitting here actually spoils the nice property of entropy. Alright. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ, ദിസ് ഡസ് നോട്ട് കറസ്പോണ്ട് ടു ആൻ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി. ദിസ് ഇസ് നോട്ട് എക്സ്റ്റെൻസീവ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് എക്സ്റ്റെൻസീവ്. Why is it not extensive? Because what we need is, this is equal to s of lambda e, lambda v, lambda n has to be equal to lambda s, and this indeed is not equal to lambda s. It would be if there was no lambda. ഇവിടെ ലാംഡ ഇല്ലായിരുന്നെങ്കിൽ അത് ശരിയാണ്, but this lambda actually spoils the fact that this is not extensive. I hope this is clear. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ എൻട്രോപ്പി ഡിഫൈൻ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, there was some mistake in our consideration. We'll find that mistake, and this mistake actually leads to the paradox called Gibb's paradox. Actually ഒരു പാരഡോക്സ് ഒന്നുമല്ല, ഗിബ്സ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പാരഡോക്സ് ആയിട്ടൊന്നുമല്ല മുന്നോട്ട് വെച്ച്, but later on it started to be called as paradox. Right. So let's discuss Gibb's paradox. Okay, ഈ ഒരു ഇഷ്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്, but we can see it more clearly. Okay, അപ്പോൾ ഗിബ്സ് പാരഡോക്സ് നമ്മൾ ചെയ്യുന്നതാണ്, we consider a closed system consisting of two containers. Okay, നമ്മളൊരു closed system എടുക്കുകയാണ്. It has two containers which are separated by a wall and which contain two different ideal gases A and B under the same pressure and the same temperature. Okay, ഇവിടെയും temperature is the same, pressure is also the same, but the gases are different. Okay, both are ideal gas. You have got Na number of gas molecules here in a volume VA. We've got NB number of gas molecules here in a volume VB. Okay, now the question is this: what happens if this wall is removed? What happens if this wall is removed? Okay, now if the wall is removed, clearly both gases will mix. It will spread and it will get mixed. Okay, it will spread out over the whole of the container until a new equilibrium situation is reached. All right. Now temperature എന്ന് പറയുന്ന ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റിയാണ്, പ്രഷർ എന്ന് പറയുന്ന ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി. ഇതിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഓൾറൈറ്റ്, കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ ടി ആണ്, ഇത് രണ്ട് സെയിം ടെമ്പറേച്ചറിലാണുള്ളത്. ഇത് സെയിം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ദർ വുഡ് ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അൺടിൽ ഇറ്റ് കെയിം ടു ആൻ ഈക്വിലിബ്രിയം. ഓക്കെ, കാരണം ഇത് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയതുകൊണ്ട് മെക്കാനിക്കലിയും ആയിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, ടെമ്പറേച്ചർ വൈസും മാറ്റമൊന്നും ഉണ്ടാകും. ദേ റിമെയിൻ ദ സെയിം. റൈറ്റ്, you are doing nothing, you are just removing this wall. So both these are already at the same temperature, so nothing happens to a temperature or pressure.
Alright, so the temperature and the pressure of the mixture stays the same, also the pressure. Okay, also the pressure. That's fine. What about entropy? What happens to entropy? Okay, അപ്പോൾ ഈ എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഡിറൈവ് ചെയ്ത ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ബിഫോർ ദ റിമൂവൽ ഓഫ് സെപ്പറേറ്റിംഗ് വോൾ. ഈ വോൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻട്രോപ്പി എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ എൻട്രോപ്പി എന്ന് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് റിമൂവ് ചെയ്ത ഉടനെ എന്ന് വേണമെങ്കിലും പറയാം. റിമൂവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, ഓക്കെ, ലെറ്റ്സ് റിമൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള എൻട്രോപ്പി. Okay, that would be the entropy of this plus entropy of this. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫോർമുല ഉപയോഗിക്കാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. S0 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ബിഫോർ റിമൂവലിന് 0 എന്ന് എഴുതുന്നത്. ബിഫോർ ദ റിമൂവൽ ഓഫ് ദ സെപ്പറേറ്റിംഗ് വോൾ, S0 total, okay, is equal to SA plus SB. Okay? SA is a function of T, VA and NA. SB is a function of T, VB and NB. Alright. നമ്മൾ വോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദ ഗ്യാസസ് മിക്സ്. വാട്ട്സ് ദ ടോട്ടൽ എൻട്രോപ്പി നൗ? ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എസ് ഓഫ് എൻ കൊമ വി കൊമ ഇ എന്നാണ് എഴുതുന്നത് അല്ലേ. വോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് എൻ എന്ന് പറയുന്നത് ദർ ആർ നൗ NA particles of one kind and NB particles of another kind. Alright, in a volume, what happens to the volume? Volume എന്ന് പറയുന്നത് now becomes VA plus VB. Okay, so what we have here after removing the wall, wall remove ചെയ്യുമ്പോൾ നമുക്കുള്ളത്, we have a situation where there are NA particles in a volume VA plus VB and NB particles in a volume VA plus VB. ശരിയല്ലേ? കാരണം നമ്മൾ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, അതിൻ്റെ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് VA plus VB ആണ്. ഓക്കെ, alright, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ആഫ്റ്റർ റിമൂവിങ് ദ വോൾ ഹാസ് ടു ബി കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദിസ് കൺസിഡറേഷൻ. ഓക്കെ, അതായത് യു ഹാവ് ഗോട്ട് SA എന്നുള്ള ഇതിൻ്റെ കറസ്പോണ്ടിങ്ങുള്ള എൻട്രോപ്പി. യു ഹാവ് ഗോട്ട്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് T, ബട്ട് ദിസ് NA പാർട്ടിക്കിൾസ് ആർ ഇൻ എ വോളിയം VA plus VB. No more in VA or VB, but VA plus VB. And there are NA particles. Similarly, there are NB particles of type B, again in a volume VA plus VB. Alright, ഈ ഡിപ്പെൻഡൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യത്തെ നമ്മുടെ എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. റൈറ്റ്, ആ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ V എന്നുള്ളതിന് പകരം VA plus VB എന്നിട്ടാൽ മതി. ബിക്കോസ് ദാറ്റ്സ് നൗ ദ ടോട്ടൽ വോളിയം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് NA. ഓക്കെ, ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ. വാട്ട്സ് ദ ഫസ്റ്റ് ടേം? This is the contribution to total entropy by type A particles in a volume VA plus VB. Fine, clearly. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ആ എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. N എന്നുള്ള സ്ഥാനത്ത് NA വരും, V എന്നുള്ള സ്ഥാനത്ത് VA plus VB വരും. ഇവിടെ പാർട്ടിക്കിൾ ആർ ഡിഫറെൻറ്റ് ടൈപ്പ്. സോ ഈ എന്താണ് പറയുക, A ടൈപ്പ് ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ മാസിനെ നമുക്ക് MA എന്ന് എഴുതാം. ഓക്കെ, and there are NA particles like that. Similarly, you will get the same expression for B also. This is the contribution. Again, this is the contribution to the total entropy by type B particles in a volume VA plus VB. Okay, I hope this is clear. What happens? What's the change in entropy? Okay, what's the change in entropy, or what's the entropy of mixing? What's the change in entropy? Change in entropy എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എൻട്രോപ്പി, നമ്മൾ ഇത് പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞുള്ള എൻട്രോപ്പിയും പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപുള്ള എൻട്രോപ്പി നമ്മൾ ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ അതിനെ ഡിനോട്ട് ചെയ്ത് S1 ടോട്ടൽ എന്നാണ്. ഈ 1 എന്ന് പറയുന്നത് ആഫ്റ്റർ റിമൂവിങ് ദ പാർട്ടീഷൻ, 0 is before removing the partition. Okay, so delta S is S1 total minus S0 total. Fine. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ S1 ടോട്ടൽ എടുക്കുകയാണ്. S1 ടോട്ടൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ദിസ് ആർ NA നമ്പർ ഓഫ് ടൈപ്പ് A പാർട്ടിക്കിൾസ്. ഓക്കെ, സോറി, ഇതല്ല S1 ടോട്ടൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് അല്ലേ. S1 ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചാണ്. നേരെ ഇവിടെ എടുത്ത് എഴുതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. ഇത് മൈനസ് S0 ടോട്ടൽ. S0 ടോട്ടൽ എന്ന് പറയുന്നതിൽ രണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒന്ന് ടൈപ്പ് A പാർട്ടിക്കിൾസ് ഇൻ വോളിയം V. ഓക്കെ,
at energy E. ഇത് കാരണമുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ ടൈപ്പ് ബി പാർട്ടിക്കിൾസ് ഇൻ വോള്യൂം ബി ആൻഡ് എനർജി അറ്റ് എനർജി ഇ ആൻഡ് ദർ ആർ NB ഓഫ് ദം. ഓക്കെ, അതാണ് ഇനീഷ്യൽ എൻട്രോപ്പി എന്ന് പറയുന്നത്. ബിഫോർ മിക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ടേംസ് എടുത്ത് ആഡ് ചെയ്തു. ആഫ്റ്റർ മിക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് VA + VB ആയി. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇവിടെ NAK 3/2 ഉണ്ട്, ഇവിടെയും -NAK 3/2 ഉണ്ട്, ദിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഇവിടെ NBK 3/2 ഉണ്ട്, ഇവിടെയും NBK 3/2 ഉണ്ട്. അങ്ങനെയുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോൾ. അതിലൂടെ 4πMAE/3NA⁻³ ഉണ്ട്. ഇവിടെ ലോഗ് ഉണ്ട് ക്ലിയർലി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ലോഗ് ഈ ടേമുമായിട്ട് കമ്പൈൻ ചെയ്യാം. ഈ ടേമുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ലോഗ് A + B എന്നാകുമ്പോൾ ലോഗ് A/B എന്നാവും. സോ ദിസ് ടേം വിൽ എക്സാക്ട്ലി ക്യാൻസൽ വിത്ത് ദിസ്. ബാക്കി നമുക്കുള്ളത് ലോഗ് ഓഫ് A/B എന്നാണല്ലോ. സോ VA + VB ഡിവൈഡഡ് ബൈ VA എന്ന ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. റൈറ്റ്, ഇത് ഈ ടേമിൽ നിന്ന് ഈ ടേം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് NAK log VA + VB by VA. Exactly in the same way you will see that many terms get cancelled. This term exactly cancels with this. ബാക്കി നമുക്കുള്ളത് VA + VB ഡിവൈഡഡ് ബൈ VB എന്നുള്ള ടേമാണ്. ഓക്കെ, സോ ദിസ് ദ എൻട്രോപ്പി difference in entropy after mixing. All right, so this is how much the entropy has increased after mixing. This is a simple relation. We have got NAK log VA + VB by VA plus NBK log VA + VB divided by VB. Okay, there's nothing wrong now. This is the kind of answer that we expect, because the entropy goes up when you mix it. It's an irreversible process. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ എൻട്രോപ്പി ജനറലി ടെൻസ് ടു ഗോ അപ്പ്, അല്ലേ? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എൻട്രോപ്പി ഗോസ് അപ്പ്. ഫോർ ഓൾ സ്പോണ്ടേനിയസ് പ്രോസസ്സസ് എൻട്രോപ്പി ഇൻക്രീസസ് ഓർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മിക്സിംഗ് ആണ്. രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് മിൽക്ക് ആൻഡ് വാട്ടർ ആണ് നേരുന്നത്. If they get mixed, you cannot easily go back to unmix ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. You cannot unmix it. റൈറ്റ്, അതുകൊണ്ടാണ് ഇതിനെ എന്താണ് റിവേഴ്സിബിൾ. ഇതിപ്പോൾ മിൽക്ക് വാട്ടർ എന്ന് പറയുന്ന അത്ര ശരിയല്ല, നമ്മൾ ഐഡിയൽ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. യു ക്യാൻ ടോക്ക് അബൌട്ട് ഓക്സിജൻ ആൻഡ് നൈട്രോജൻ, ഐഡിയൽ ഗ്യാസസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ. ഓൾറൈറ്റ്, സോ ദിസ് മിക്സിംഗ് ഈസ് ആക്ച്വലി irreversible. ഓക്കെ, കാരണം ഇത് മിക്സായി കഴിഞ്ഞ് രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിൽ മിക്സായി പിന്നെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനറലി പോസിബിൾ അല്ല. ഓക്കെ, ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ദിസ് ഇസ് വൈ യു കോൾ ഇറ്റ് ആസ് this mixing of two different gases is an irreversible process, and in all irreversible process the entropy will go up. The final entropy will be more than the initial entropy that we started with. That delta S is greater than 0, as it should be for this irreversible process. Okay, so far it's fine, no problem. All right, now let's consider mixing of two identical gases. Okay, exactly same gas. If oxygen nitrogen and oxygen. All right, don't worry whether oxygen is actually perfectly ideal or anything. I'm just giving an example. All right, with exactly same gas ആണെങ്കിൽ എന്ത് സംഭവിക്കും? Okay, വീണ്ടും നമുക്ക് ഇതേ ഫോർമുല ഉപയോഗിച്ച് നോക്കാം. Instead of two different gases, we have got two identical gases. All right, the initial entropy equation is still right. Okay, final situation നമുക്ക് ഇനീഷ്യൽ എൻട്രോപ്പി ഇത് തന്നെയാണ്. ഓക്കെ, ഇനീഷ്യൽ എൻട്രോപ്പി എന്ന് പറയുന്നത് മിക്സിങ്ങിന് മുമ്പുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, എക്സെപ്റ്റ് we have a slight simplification. The initial entropy for ideal gas would be S, let's say S of T, VA. Generally volume different hour. Okay, NA, number of particles also could be different, plus SB of T, VB, NB. Initially we don't know these things. Okay, so നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഈ MAക്കും MBക്കും പകരം നമ്മൾ M എന്ന് തന്നെ എഴുതിയാൽ മതി, because we are talking about the same gas. These are not different. Okay, അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ M എന്ന് തന്നെ എഴുതിയാൽ മതി. ഡയറക്റ്റായിട്ട് ഈ എക്സ്പ്രഷൻ തന്നെ ഉപയോഗിക്കാം. Alright, but what happens after mixing? After mixing in entropy ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. After mixing എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Right, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈ എ കണ്ടെയ്നറിലും ബി കണ്ടെയ്നറിലുള്ളതും എക്സാക്ട്ലി സെയിം പാർട്ടിക്കിൾസ് ആണ്. സോ ആഫ്റ്റർ മിക്സിംഗ് യു ഹാവ് ഗോട്ട് NA + NB number of particles of the same gas in a volume VA + VB. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് VA + VB നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കണ്ടീഷൻ ഇതാണ്. ഇൻ എ വോള്യൂം VA + VB, ഇൻ ദ ന്യൂ വോള്യൂം ദർ ആർ NA + NB
particles of the same type. Okay, the same type ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ Na plus Nb എന്ന് എഴുതാൻ കഴിയുന്നത്. Alright, ഇനി ഇത് അറിയാമെങ്കിൽ we are talking about entropy of volume V, what's entropy corresponding to volume V and number of particles N at a temperature T. We just use the formula that we derived. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഫോർമുലയിൽ n വരെ നമുക്കിവിടെ Na പ്ലസ് എൻ ബി ആണ്. ദിസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നൗ. ഓക്കെ, അതുപോലെ വി എന്നുള്ളത് നേരം Va പ്ലസ് വി ബി ആണ്. ഓക്കെ, Ma എന്നുള്ള എം എന്ന് മാത്രം മതി, ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്. റൈറ്റ്, Ma എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതിനും Ma എന്ന് തന്നെ എഴുതും. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ് ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. സോ ദിസ് ഇസ് 4πme ഡിവൈഡ് ബൈ 3n എന്നുള്ളതിന് പകരം 3Na പ്ലസ് എൻ ബി എന്നായി. Okay, I hope this is clear. അതായത് ഐഡിയൽ ഗ്യാസ്, സെയിം ഗ്യാസിന് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, എക്സാക്ട്ലി സെയിം ഗ്യാസിന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ എൻട്രോപ്പി ഇതാണെന്നുള്ളത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓൾറൈറ്റ്, ദ ഓൺലി കൺസിഡറേഷൻ ഇസ് ഓൺലി difference now is that you have got Na plus Nb particles of the same kind after mixing. Alright, നേരത്തെ കേസിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും we had Na particles of type A and Nb particles of type B. These were different. Okay, but now we have Na plus Nb particles of the same type. Okay, so we use this expression to find the entropy after mixing. Alright, now you look for the change in entropy. You look for the change in entropy. This is the final entropy as we just found out now. What's initial entropy? It's NaK 3/2. നമ്മൾ initial entropy എന്ന് പറഞ്ഞാൽ S1 plus S2 സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സെയിം റിലേഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, Ma Mb എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട, M എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആ സബ്സ്ക്രിപ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ദിസ് ഓൾസോ easily simplifies to give you the same result. Alright, now look at 3/2 will go. You have got NaK multiplied by the whole thing. You have got an NaK multiplied by this whole thing. It all goes except again for this Va plus Vb and Va here. Okay, ബാക്കിയെല്ലാം ഈ ടേം ഇതിൽ ഈ ഫസ്റ്റ് ടേമിലുള്ള കോൺട്രിബ്യൂഷൻ ഇതുമായിട്ടും സെക്കൻഡ് ടേമിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇതുമായിട്ടും കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും. ഇൻ എക്സാക്ട്ലി ദ സെയിം വി ക്യാൻ ചെക്ക് ദാറ്റ് വാട്ട് വി ഹാവ് is delta S. നമ്മൾ ചെയ്ത പ്രോസസ്സ്, നമ്മുടെ ആർഗ്യുമെൻറ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഡെൽറ്റ എസ് ഈക്വൽ ടു NaK log Va plus Vb by Va plus NbK log Va plus Vb divided by Vb. Now clearly this is also positive. നമുക്ക് നേരത്തെ കിട്ടിയ അതേ റിസൾട്ടാണ് ഇവിടെ കിട്ടിയത് അല്ലേ? നേരത്തെ കിട്ടിയ അതേ റിസൾട്ടാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. Isn't it exactly the same result? Yeah, it's exactly the same result. And here also our calculations show that delta S is greater than 0. Delta S is greater than 0 even for mixing of the same type of ideal gas. Okay, ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. യു ക്യാൻ മിക്സ് ടു ഗ്യാസസ് ബട്ട് യു ക്യാനോട്ട് അൺമിക്സ് ദം. ഓൾറൈറ്റ്, പക്ഷേ ഈ കേസിൽ ഇറ്റ്സ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇറ്റ്സ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. Why is it a reversible process? കാരണം നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ഗ്യാസിനെയാണ് മിക്സ് ചെയ്തത് അല്ലേ? സെയിം ടൈപ്പ് ഓഫ് ഗ്യാസിനെയാണ് മിക്സ് ചെയ്തത്. ഇത് V1 എന്നുള്ള വോളിയം, ഇത് V2 എന്നുള്ള വോളിയം. ഓക്കെ, ഓക്കെ, V1 എന്നുള്ള വോളിയം, V2 എന്നുള്ള വോളിയം. റൈറ്റ്, ഇത് റിവേഴ്സിബിൾ പ്രോസസ്സ്, സെയിം ഗ്യാസ് ആണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ നമ്മൾ ഇനീഷ്യൽ സിറ്റുവേഷൻ കിട്ടണമെങ്കിൽ ഇനീഷ്യലി എവിടെ പാർട്ടീഷൻ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഈ പാർട്ടീഷൻ കൊണ്ടേ വെച്ചാൽ മതി അല്ലേ? എവിടെ ഇനീഷ്യലി പാർട്ടീഷൻ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഈ പാർട്ടീഷൻ കൊണ്ടേ വയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. എന്തുകൊണ്ടാണത്? കാരണം ഈ ഒരു പാർട്ടീഷൻ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ പാർട്ടീഷൻ തിരിച്ച് ഇവിടെ തന്നെ വെക്കുകയാണ്. ഇൻ സച്ച് എ വേ ദർ ഇസ് Va വോളിയം ഹിയർ ആൻഡ് Vb വോളിയം ഹിയർ. There is no change. We get back the exactly the same situation that we started with. Exactly the same situation എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ the appearance of the system does not change. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്ന മോളിക്യൂൾ ചിലപ്പോൾ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്, ഇവിടെയുള്ള കുറച്ചുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ ബിക്കോസ് മാക്രോസ്കോപ്പിക്കലി വി കനോട്ട് സീ ദിസ്. റൈറ്റ്, അതുകൊണ്ടാണ് ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് പറയുന്നത്. എൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ദിസ് എ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഫോർ റിവേഴ്സിബിൾ പ്രോസസ് ദ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് സേസ് ദാറ്റ് ഡെൽറ്റ എസ് ഹാസ് ടു ബി 0. ഡെൽറ്റ എസ് ഹാസ് ടു ബി 0. Okay, so from thermodynamics we know that the change in entropy when you mix the same ideal gas. Okay, from thermodynamics we know that delta S has to be 0, but our calculations show that delta S is greater than 0.
Alright, this is the problem. This is Gibbs paradox. Alright, this cannot be correct since after the removal of the separating wall, in the case of identical gases, no macroscopically observable process happens at all. Okay, initially ഇത് രണ്ടും സെപ്പറേറ്റ്ലി ഈക്വിലിബ്രിയത്തിലായിരുന്നു. ഇത് മാറ്റിയതുകൊണ്ട് ഇത് രണ്ട് ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ് രണ്ട് സൈഡിലും. ഓക്കെ, ഇത് മാറ്റിയതുകൊണ്ട്, ഈ ഒരു പാർട്ടീഷൻ എടുത്ത് മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും നമ്മൾ കാണുന്നില്ല. ഓക്കെ, അതായത് മാക്രോസ്കോപ്പിക്കലി ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഓർ ഫോർ ദ purposes of your appearance, nothing has changed. Okay, nothing has changed means you can actually reverse the situation. Okay, ഈ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ എടുത്തു മാറ്റിയ പാർട്ടീഷൻ തിരിച്ചു വെക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ബാക്ക് ദ സെയിം സിറ്റുവേഷൻ ആസ് യു സ്റ്റാർട്ടഡ് വിത്ത്. സെയിം സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇൻ എ മാക്രോസ്കോപ്പിക് സെൻസ്. ഓക്കെ, so without any change we can bring in the separating wall again and recover the initial situation. Thus in the case of identical gases, the removal of the separating wall is a reversible process and we must have delta is equal to 0. ആദ്യത്തെ കേസിൽ എന്തുകൊണ്ടാണ് റിവേഴ്സിബിൾ അല്ലാത്തതെന്ന് പറഞ്ഞു അല്ലേ? കാരണം രണ്ട് തരത്തിലുള്ള ഗ്യാസാണ് ഇനീഷ്യൽ കേസിൽ. ഇപ്പോൾ നൈട്രോജനും ഓക്സിജനും ആണെന്ന് കരുതുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ നൈട്രോജൻ മോളിക്യൂൾസ് ഇവിടെയും കുറേ ഓക്സിജൻ മോളിക്യൂൾസ് ഇവിടെയും ദേ ഗോട്ട് മിക്സ്ഡ് അപ്പ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ നൈട്രോജൻ ഓക്സിജൻ മോളിക്യൂളുണ്ട്, രണ്ട് സ്ഥലത്ത് നൈട്രോജൻ ഓക്സിജൻ മോളിക്യൂളുണ്ട്. നമ്മൾ ഈ പാർട്ടീഷൻ തിരിച്ചു വയ്ക്കുന്നുണ്ട്, നൈട്രോജൻ ഓക്സിജൻ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നില്ല. ഓക്കെ, സോ ദർ ഇസ് എ പെർസെപ്റ്റിബിൾ ചേഞ്ച് ദ ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ രണ്ടും സെയിം മോളിക്യൂൾസ് ആണ്, നൈട്രോജൻ നമ്മൾ പാർട്ടീഷൻ വെച്ചാലും ഇല്ലെങ്കിലും യു ഹാവ് ദ സെയിം സിറ്റുവേഷൻ. ദാറ്റ്സ് വൈ ഇറ്റ്സ് റിവേഴ്സിബിൾ. ഓക്കെ, സോ ടു വോള്യൂംസ് ഓഫ് ഗ്യാസ് വിൽ സർട്ടൻലി മിക്സ്. ഈ ഒരു കാര്യം ഒന്ന് എലാബറേറ്റ് ചെയ്യണം. ബട്ട് സിൻസ് ദേ ആർ ദ സെയിം ഗ്യാസ്, നോ പെർസെപ്റ്റിബിൾ ഫിസിക്കൽ ചേഞ്ച് ഫോളോസ്. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച് ദാറ്റ് യു ക്യാൻ സീ. Okay, there is no change in the appearance. There is no change in the appearance, or more precisely, there is no change in the macro state. There is no change in the macro state. The thermodynamicist, okay, the thermodynamics പഠിക്കുന്ന ആളാണെങ്കിൽ the thermodynamicist cares only about overall properties. It doesn't matter that elements of one gas that were formerly on one side of the partition have moved to the other, or vice versa. It doesn't really matter. കാരണം ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇനീഷ്യലി രണ്ടുപേരെ ഗ്യാസാണ്, ഇവിടെയുള്ള കുറച്ച് പാർട്ടിക്കിൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെയുള്ള കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ബട്ട് വി വുഡൻറ്റ് നോട്ടീസ് ഇറ്റ്, വി വുഡൻറ്റ് ബി ഏബിൾ ടു നോട്ടീസ് ദിസ്. Okay, so this means that our statistical calculation for entropy has a small problem. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലം വന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് പാർട്ടിക്കിൾസിനെ ലേബൽ ചെയ്യാം. ഇൻ പ്രിൻസിപ്പിൾ വി ക്യാൻ ലേബൽ ദ പാർട്ടിക്കിൾസ് ലൈക്ക് ബില്ലിയർഡ് ബോൾസ്, പാർട്ടിക്കിൾ 1, പാർട്ടിക്കിൾ 2 അങ്ങനെ. Right, we can enumerate them. ഓക്കെ, നമ്മൾ അങ്ങനെ എന്യൂമറേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പാർട്ടിക്കിളിനെ നമ്പർ ചെയ്യാമെന്ന് തന്നെ കരുതുക. ഓക്കെ, നമുക്കങ്ങനെ എന്യൂമറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ആക്ച്വലി നമുക്ക് ഓരോ പാർട്ടിക്കിളിനും സെപ്പറേറ്റ് ലേബൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഐഡൻറ്റിക്കൽ ഗ്യാസ് ആണെങ്കിലും, ഈ പാർട്ടീഷൻ്റെ രണ്ട് സൈഡിലും ഐഡൻറ്റിക്കൽ ഗ്യാസ് ആണെങ്കിലും, ഓക്കെ, രണ്ട് സൈഡിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിലും അത് നമ്മൾ പാർട്ടീഷൻ റിമൂവ് ചെയ്യുമ്പോൾ അത് മിക്സ് ആവും. ഓക്കെ, മിക്സ് ആകുമ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന മോളിക്യൂൾ ആയിരിക്കില്ല പിന്നെ ഇവിടെ വരിക. പാർട്ടിക്കിളിൻ്റെ മുകളിൽ ലേബൽ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനെ ഒരു എന്താ പറയുക, ഇറിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് കണക്കാക്കാൻ കഴിയും ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ലേബിൾഡ്. ഓക്കെ, പക്ഷെ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് കണക്കാക്കിയതിന് കാരണം ഈ ഫസ്റ്റ് പാർട്ടിക്കിളാണോ ഇപ്പുറത്ത്, സെക്കൻഡ് പാർട്ടിക്കിളാണോ അപ്പുറത്ത് എന്നുള്ള കാര്യം പിന്നെ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. Okay, so in practice this we cannot really distinguish, we cannot really label the particles, but in principle we have actually labeled the particles. അതായത് നമ്മൾ ഫേസ് സ്പേസിലെ റെലവൻറ്റ് റീജിയൻ്റെ വോള്യൂമാണ് കണ്ടുപിടിച്ചല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മൈക്രോസ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നത്, മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫേസ് സ്പേസിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇതിലേതെങ്കിലും രണ്ട് പാർട്ടിക്കിളിന് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫേസ് സ്പേസിൽ വേറൊരു പോയിൻ്റാണ് കിട്ടുക. റൈറ്റ്, അപ്പോൾ നമ്മൾ ഫേസ് സ്പേസ് വോള്യൂം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിച്ചപ്പോൾ ഈ പാർട്ടിക്കിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന മൈക്രോസ്റ്റേറ്റ്സിനെ സെപ്പറേറ്റ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് കണക്കാക്കി എണ്ണിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രോബ്ലം വന്നത്. പക്ഷേ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ, നമ്മൾ തെർമോഡൈനാമിക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് പിന്നെ തിരിച്ചു വെച്ചപ്പോൾ അവിടെ നമ്മൾ പാർട്ടിക്കിൾസിനെ ഇൻ പ്രാക്ടീസ് വി കൺസിഡേർഡ് ദം ആസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. റൈറ്റ്, അതായത് ഏത് പാർട്ടിക്കിളാണ് ഏത് സൈഡിലുള്ളത് നമ്മൾ ബോദർ ചെയ്യുന്നില്ല, വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ അപ്പിയറൻസ്. റൈറ്റ്,
So one can mix the particles as long as one likes. One will never recover the initial situation if we label the particles. Okay, if we label them, the particles, label ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ക്ലാസിക്കലാണ്. ഈ പാർട്ടിക്കിൾസ് നമുക്ക് ലേബൽ ചെയ്യുക എന്നുള്ളത് ഒരു ക്ലാസിക്കലായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് വി നോ ബെറ്റർ ദാൻ ദിസ്. ഓൾറൈറ്റ്, ദിസ് ആർഗ്യുമെൻറ്റ് ഡസ് നോട്ട് വർക്ക്. ഇറ്റ്സ് ഇൻ പ്രിൻസിപ്പിൾ ഇംപോസിബിൾ ടു അറ്റാച്ച് ടു ആൻ ആറ്റം a mark or a number. Okay, all we can do is define a wave function for the entire system. Alright, we can do is define a wave function for the entire system. And if you interchange two particles, okay, if you interchange two particles, it does not change the state of the system. We can have either an antisymmetric wave function or a symmetric wave function, depending on whether it's boson or fermion or spin half of what is the integral spin, etc. Okay, we'll go into all that discussions, but quantum mechanically we cannot distinguish these particles. Okay, even if you shift two particles, the wave function or the predictions of quantum mechanics do not change at all. It does not give you an extra or a separate microstate. Or pudhiya microstate like nammale ethikkunnilla. Okay, so the atoms are completely indistinguishable. Obviously, it's the fact that classical particles are in principle distinguishable, right, which leads to Gibbs paradox. Actually in principle നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണക്കാക്കിയപ്പോൾ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് കണക്കാക്കി എന്നുള്ളതുകൊണ്ടാണ് ഗിബ്സ് പാരഡോക്സ് ഉണ്ടാകുന്നത്. ഓൾറൈറ്റ്, ഗിബ്സ് പാരഡോക്സ് arises because we considered them as distinguishable. Hence, if we count the microstates omega of e comma v comma n of a given macrostate, we must take into account that in reality the particles are not enumerable or the particles are not distinguishable. So, we microstate phase space in the area, calculated the number of microstates at the pole. We should have taken into account the fact that the particles are not distinguishable. Particles in a distinguishable separate label കൊടുക്കാൻ കഴിയില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഗിബ്സ് പാരഡോക്സ് വരുന്നത്. Okay, in other words, two microstates may only be considered different if they differ in more than the enumeration of the particles. അതായത് ഒരു ഗ്യാസ് എടുത്തിട്ട് രണ്ട് പാർട്ടിക്കിളിന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു സ്റ്റേറ്റിനെ പുതിയൊരു മൈക്രോസ്റ്റേറ്റ് ആയിട്ട് നമ്മൾ എണ്ണാൻ പാടില്ലായിരുന്നു. Alright, അതായത് രണ്ട് മൈക്രോസ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ പെർമ്യൂട്ടേഷൻ തമ്മിലുള്ള പെർമ്യൂട്ടേഷൻ അല്ലാതെ വേറെന്തെങ്കിലും ഒരു മാറ്റവും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ പെർമ്യൂട്ടേഷൻ വഴി കിട്ടുന്ന മൈക്രോസ്റ്റേറ്റ്സ് എല്ലാം കൗണ്ട് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് n particles, നമ്മൾ n particle സിസ്റ്റം എടുക്കുകയാണെങ്കിൽ there are n factorial ways to permute them. n factorial രീതിയിൽ നമുക്കതിന് അതിൻ്റെ പെർമ്യൂട്ടേഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ n factorial പെർമ്യൂട്ടേഷൻസും നമ്മൾ ഓരോ സെപ്പറേറ്റ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് കണക്കിലെടുത്തു. കാരണം n factorial പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് സ്പേസിൽ വേറൊരു പോയിന്റ് തന്നെയാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ n factorial ഈ പെർമ്യൂട്ടേഷൻ നമ്മൾ ഈ പെർമ്യൂട്ട് ചെയ്ത് കിട്ടുന്ന n factorial ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് കൗണ്ട് ചെയ്തു പോയി. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ n factorial ഡിവൈഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിൽ നിന്ന് ഈ പെർമ്യൂട്ടേഷൻ വഴി മാത്രം കൗണ്ട് ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റ്സിനെ ഒഴിവാക്കിയാൽ നമുക്ക് ഗിബ്സ് പാരഡോക്സ് സോൾവ് ചെയ്യാൻ കഴിയും. സോ വി നൗ പ്രപ്പോസ് ദാറ്റ് the correct calculation for the number of microstates should involve the area of the relevant region of phase space divided by n factorial. Okay, alright, ഇവിടെ ഈ സിഗ്മയുടെ കാൽക്കുലേഷൻ നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ ഫൈനലി കിട്ടിയ റിസൾട്ടിനെ n factorial കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് മാത്രം. ഇതിനെ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് ദ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ. Okay, alright. Its presence proves that classical statistics with distinguishable particles very quickly leads to contradictions with experiment. നമ്മൾ നേരത്തെ കണ്ടുള്ള എക്സ്പെരിമെൻറ്റ് പ്രോബ്ലംസിലേക്ക് നയിക്കുന്നു. ഇനി നമ്മൾ n factorial എന്നുള്ള ഇത് ഇൻക്ലൂഡ് ചെയ്തതോടെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയോ എന്ന് നോക്കണം. പ്രോബ്ലം സോൾവ് ആയെന്ന് കാണിക്കണം. അതാണ് നമ്മൾ അടുത്ത് നിന്ന് റഫായിട്ട് ഈ ഒരു ക്വിക്കായിട്ട് ഈ ഒരു ആർഗ്യുമെൻറ്റിലൂടെ നമുക്ക് കടന്നു പോകാം. Now we want to show that by defining the quantity omega, including the correction factor, Gibbs paradox is removed. Okay, we need to show this. The calculation of omega
for an ideal gas in the last example remains unchanged. Alright, the calculation for omega remains the same. We must only divide the final states by n factorial. Okay, final states in matram n factorial divide cheytadi. In the case of entropy, we must subtract the term k log n factorial. Okay, കാരണം നമ്മൾ ഒമേഗ എന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പകരം നമ്മൾ എടുക്കുന്നത് നമുക്ക് ഒമേഗ പ്രൈം എടുക്കും. ഒമേഗ പ്രൈം ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ എന്നുള്ളതിന് പകരം കെ ലോഗ് ഒമേഗ മൈനസ് കെ ലോഗ് എൻ ഫാക്ടോറിയൽ കാരണം എൻ ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, അതാണ് ഈ കെ ലോഗ് എൻ ഫാക്ടോറിയൽ. ബാക്കി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എൻട്രോപ്പി എക്സ്പ്രഷൻ തന്നെയാണ്. ഓൾറൈറ്റ്, ഇനി നമ്മളിവിടെ സ്റ്റെർലിംഗ് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കംസ് മൈനസ് കെ ലോഗ് സ്റ്റെർലിംഗ് ഫോർമുല ഇതാണ് ലോഗ് എൻ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എൻ ലോഗ് എൻ മൈനസ് എൻ. ഓക്കെ, സോ ദിസ് ബിക്കംസ് മൈനസ് എൻ കെ ലോഗ് എൻ പ്ലസ് എൻ കെ. ഓൾറൈറ്റ്, ഈ പ്ലസ് എൻ കെ ഇവിടെ എൻ കെ പുറത്തുണ്ട്. സോ ദാറ്റ് ഉള്ളിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്തത് ദാറ്റ് 3/2 വിൽ ബിക്കം 5/2. പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് എൻ കെ ലോഗ് എൻ ആണ്. ഇവിടെ എൻ കെ പുറത്തുണ്ട്. സോ യു ആർ ആക്ച്വലി ലോഗ് ഓഫ് എ മൈനസ് ലോഗ് ഓഫ് ബി അല്ലേ. എൻ കെ പുറത്തുണ്ട്. സോ യു ആർ ബേസിക്കലി ഡൂയിങ് മൈനസ് ലോഗ് എൻ ഹിയർ. മൈനസ് ലോഗ് എൻ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഡിനോമിനേറ്റർ ഹിയർ ബിക്കോസ് ലോഗ് ഓഫ് എ മൈനസ് ലോഗ് ഓഫ് ബി ഇസ് ലോഗ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, so this is the expression for entropy including the Gibbs correction factor. ഓക്കെ, ഇനി ഇത് എക്സ്റ്റെൻസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. നമ്മൾ നേരത്തെ കൊടുത്ത എക്സ്പ്രഷൻ എക്സ്റ്റെൻസീവ് ആണോ എന്ന് ചെക്ക് ചെയ്തത് നമുക്ക് ആദ്യം കിട്ടിയ എക്സ്പ്രഷൻ ഇൻറ്റൻസീവ് ആണ് അല്ല ഇൻറ്റൻസീവ് അല്ല സോറി എക്സ്റ്റെൻസീവ് അല്ല എന്ന് കണ്ടു. റൈറ്റ്, ആ എക്സ്റ്റെൻസീവ് ആവാതിരിക്കുന്നതിൻ്റെ കാരണം ഈ വി ആണ്. ബാക്കി എല്ലായിടത്തും ഇവിടെ ലാംഡ ക്യാൻസൽ ആയി പോകും. നേരത്തെ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ എക്സ്റ്റെൻസീവ് ആണെന്ന് ചെക്ക് ചെയ്തതിൽ ഇവിടെ മാത്രം ഒരു ലാംഡ ഉണ്ടാവും. പക്ഷേ ദിസ് വി ഗോസ് ലൈക്ക് ലാംഡ വി, അതായത് നമ്മൾ എസ് ഓഫ് ലാംഡ ഇ ലാംഡ വി ലാംഡ എൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഓക്കെ നമ്മൾ കണ്ടത് ദിസ് വി സിറ്റിംഗ് ഹിയർ സ്പോയിൽസ് ദ എക്സ്റ്റെൻസീവ്നെസ് ഓഫ് എൻട്രോപ്പി. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്തപ്പോൾ വിക്ക് വേറെ വി ബൈ എൻ ആണ് വന്നത്. ക്ലിയർലി യു സീ ദാറ്റ് എസ് ഓഫ് ലാംഡ ഇ ലാംഡ വി ലാംഡ എൻ ഇസ് ഈക്വൽ ടു ഇവിടെ ദിസ് ബിക്കംസ് ലാംഡ എൻ 5/2 പ്ലസ് ലോഗ് വി ബിക്കംസ് ലാംഡ വി ആൻഡ് എൻ ബിക്കംസ് ലാംഡ എൻ. Okay, 4 pi m e divided by e becomes lambda e, sorry, and this n also becomes lambda n. Alright, whole raised to 3/2. So this lambda will be cancelled. There will only be one lambda here. So you see that s of lambda e lambda v lambda n is equal to lambda s as a true extensive quantity has to be. So clearly this shows that we are on the right track. Alright, ഇനി നമുക്ക് നേരത്തെ കാൽക്കുലേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു പോകാം. പുതിയ നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ടുള്ള നമ്മൾ കറക്റ്റ് ചെയ്ത എൻട്രോപ്പി എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മുടെ നേരത്തെ കാൽക്കുലേഷനിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. Entropy is now indeed an extensive quantity since in the argument of the logarithm there remain only intensive variables v by n and e by n clearly. Okay, now if we now calculate the entropy difference in our mixing experiment using the equation we obtain, ഇതാണ് എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ ഒരു n എന്നുള്ള ഫാക്ടർ ഉണ്ട്, ഇവിടെ 3/2 5/2 ഉണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. ഓൾറൈറ്റ്, ഇനി e = 3/2 nkt ആയതുകൊണ്ട് നമുക്ക് വീണ്ടും e എന്നുള്ളതിന് പകരം 3/2 nkt ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് യു വിൽ ഗെറ്റ് ദിസ്. ഇനി നമ്മൾ നേരത്തെ അതേ സ്റ്റെപ്സിലൂടെ കടന്നു പോകണമെങ്കിൽ ഡിഫറെൻറ്റ് ഗ്യാസസിന് യു വിൽ സി ദാറ്റ് എൻ എ കെ ലോഗ് വി എ പ്ലസ് വി ബി ബൈ വി എ പ്ലസ് എൻ ബി കെ ലോഗ് വി എ പ്ലസ് വി ബി ഡിവൈഡഡ് ബൈ വി ബി. നമ്മൾ ആദ്യത്തെ കേസിൽ ചെയ്ത അതേ റിസൾട്ട് തന്നെ കിട്ടും ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്. Alright, so for different gases our expression gives delta is greater than 0 as it has to be. Fine. Alright, ഈ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ ചെയ്തതിന് വളരെ സിമിലർ ആണ്. You can go through that. Okay, what happens for the same gas? For identical gases, now we have to be a little bit careful here. Identical gas ആകുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ you have got Na plus Nb molecules of the same type in a volume Va plus Vb. Alright, അപ്പോൾ നമ്മൾ n എന്നുള്ളതിന് പകരം Na plus Nb എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. That's the total number of molecules. V എന്നുള്ളതിന് പകരം the total volume now after removing the partition is Va plus Vb, and in a volume Va plus Vb you have got Na plus Nb particles. Okay, n ന് പകരം Na plus Nb എഴുതിയാൽ മതി. This is the final entropy after removing the partition. Before the partition you have got the separate calculation from the entropy. NAK 5/2 log
VA by NA sigma. Okay, this is for part, what do you say, the A part of the partition. This is for the B part, the other half of the partition. Okay, separate ആയിട്ട് add ചെയ്തതാണ്. So you subtract this from the final entropy. That will give you the change in entropy. Okay, ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ you see that many terms get cancelled. Okay, NA, there's a K here, NAK 5 by 2, this 5 by 2 എല്ലാം പോകും. Alright, ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 2πm kt raised to 3 by 2, ഇവിടെയും 2πm kt raised to 3 by 2, this also will get cancelled. ഇവിടെ NAK log 2πm kt raised to 3 by 2, ഇവിടെയും log 2πm kt raised to 3 by 2, ഇപ്പോൾ log a by a, that all these terms get cancelled. ബാക്കി വരുന്ന ടേംസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ you will have NA, ഇവിടെ നിന്ന് NA വരും, K, alright, ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, NAK, and then you have got log VA plus VB divided by NA plus NB. Okay, minus ഇവിടെ നിന്ന് ബാക്കി വരുന്ന ടേം NAK, ബാക്കി ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഓക്കെ, you can check this, log VA by NA. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് തന്നെ രണ്ടാമത്തെ ടേം കൂടെ ഉണ്ട്, പ്ലസ് NBK log VA plus VB divided by NA plus NB minus NBK log VB divided by NB. Alright, now is this 0? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഡെൽറ്റ is equal to ഇതാണ് നമ്മുടെ ഫൈനൽ. ഇനി ഇത് 0 ആണോ? Okay, now I claim that this is equal to 0. Why? Why is this 0? Because look at this ideal gas equation. Okay, PV is equal to NKT. Okay, from here you see that V divided by N is equal to KT divided by P. Okay, so the quantity V, the volume divided by the number of particles, is determined solely by the temperature and the pressure. Alright, so we said initially that these are at the same temperature and pressure. These are exactly at the same temperature and pressure, and even after removal of the partition, the temperature and pressure do not change because these are intensive quantities. Temperature and pressure change ചെയ്യുന്നില്ല, it's exactly the same. Alright, for this reason, ഈ ideal gas equation ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? VA plus VB divided by NA plus NB. This is the total volume divided by total number of particles. What is this? It is KT divided by P. Alright, and what's VA divided by NA? That's also KT divided by P. What's VB divided by NB? That's also KT divided by P. Okay, so you see that all these terms get cancelled. All these terms get cancelled. Alright, because they are all at the same temperature and pressure. This is the, after mixing, before mixing, they all have the same temperature and pressure. Okay, so since the pressure and the temperature do not change during the mixture process, and since in the initial state we have thermal and mechanical equilibrium, VA by NA is equal to VB by NB, that has to be equal to VA plus VB divided by NA plus NB. So delta S equal to 0 as we want it. Alright, so delta S equal to 0. For two identical gases, we now obtain an entropy change delta S equal to 0 as it has to be. Alright, two identical gas, same gas ആണെങ്കിൽ the Gibbs factor 1 by n factorial is indeed the correct recipe for avoiding the Gibbs paradox. നമ്മൾ ഈ പറഞ്ഞ പോലെ 1 by n factorial എന്നുള്ള അത് include ചെയ്യുകയാണെങ്കിൽ we see that it gives you the correct result. Okay, it gives you the results that we need. By calculating omega from the phase space volume, we had overcounted the number of microstates. Omega നമ്മൾ phase space volumeത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി പ്രശ്നം പറ്റിയത് we had overcounted the number of microstates. അതായത് രണ്ട് പാർട്ടിക്കിൾ നമ്മൾ പെർമ്യൂട്ട് ചെയ്താലും അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കിട്ടുന്ന മൈക്രോസ്റ്റേറ്റിനെ പുതിയൊരു മൈക്രോസ്റ്റേറ്റ് ആയിട്ട് കണക്കിലെടുത്തു. അങ്ങനെ നമ്മൾ ഓവർകൗണ്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടായത്. ഓക്കെ, we had considered a microstate differing from another merely by an interchange of particles as a new microstate. ഒരു മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു മൈക്രോസ്റ്റേറ്റ് എടുത്തിട്ട് അതിൽ പാർട്ടിക്കിൾസിന് ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന മൈക്രോസ്റ്റേറ്റിനെ പുതിയൊരു മൈക്രോസ്റ്റേറ്റ് ആയിട്ട് എണ്ണി, പക്ഷെ അത് പുതിയ മൈക്രോസ്റ്റേറ്റ് ആയിട്ട് എണ്ണാൻ പാടില്ല എന്നാണ് ഗിബ്സ് പാരഡോക്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. Okay, so Gibbs paradox and its solution teaches us that a state obtained merely by interchanging identical particles should not be considered as a new microstate.
there are precisely n factorial of such possible states included when we take phase space volume of the relevant region. Alright. So that's the end of Gibbs paradox. അപ്പോൾ Gibbs paradox arise ചെയ്തതിൻ്റെ കാരണം നമ്മൾ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് കണക്കാക്കി എന്യൂമറേറ്റ് മൈക്രോസ്റ്റേറ്റ്സ് എണ്ണിയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി മൈക്രോസ്റ്റേറ്റ്സ് നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ ഈ ഒരു 1/n ഫാക്ടർ എന്നുള്ള ഗിബ്സ് കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇഫ് പാർട്ടിക്കിൾസ് cannot be labeled. ഓക്കെ, ചില കേസിൽ ചില സിറ്റുവേഷനിൽ we may be discussing situations where the particles can actually be labeled. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഈ 1/n ഫാക്ടർ എന്നുള്ള ഫാക്ടർ നമുക്ക് വേണ്ട. യൂഷ്വലി if you are talking about indistinguishable particles, then we should include this 1/n factorial. Okay, so this is an important part. Okay, this is an important topic. നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി നമ്മൾ ഫേസ് സ്പേസ് വോളിയം അല്ലെ ഫേസ് സ്പേസിൻ്റെ സർഫസ് ഏരിയ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എൻട്രോപ്പിയുടെ എക്സ്പ്രഷനിൽ ചെറിയൊരു പ്രശ്നമുള്ളതായിട്ടുണ്ട്. അത് എക്സ്റ്റെൻസീവ് അല്ല. ഓക്കെ, കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോബ്ലം, അതായത് ഡിഫറെൻറ്റ് ഗ്യാസസ് മിക്സ് ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. പക്ഷേ സെയിം ഗ്യാസും മിക്സ് ചെയ്യുമ്പോൾ, ഒരു പാർട്ടീഷൻ റിമൂവ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി അവിടെയും എൻട്രോപ്പി കൂടുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ബട്ട് അത് റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് എൻട്രോപ്പി കൂടാൻ പാടില്ല. ദിസ് മീൻസ് ദാറ്റ് വി ഹാഡ് സം മിസ്റ്റേക്ക് ഇൻ അവർ calculation. We made some mistake in our calculation of finding the entropy using Boltzmann formula. All right, and the mistake precisely was considering the particles as distinguishable. Right, അപ്പോൾ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് കണക്കാക്കിയതായിരുന്നു പ്രശ്നം. ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഗിബ്സ് പാരഡോക്സ് റിസോൾവ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് കണക്കാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഫേസ് സ്പേസ് വോളിയം അല്ലെ ഫേസ് സ്പേസ് ഏരിയ എടുത്തിട്ട് കിട്ടുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Okay, that's the conclusion. In the next class, we'll discuss a few questions that can come from this part. Right? So for now, we'll wind up and we'll continue in the next class. Thank you.